ഗുഡ് മോർണിംഗ് ആഴ്സണൽ ഫാൻസ്. കോഴികളെ കൊന്ന് നിലവിലെ ഒരു ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത്രയും ഒരു കിടിലം കളി തന്നെയാണ് കളിച്ചത്. 4-1 ഒരു വമ്പൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ടു എസി ആള് കളിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ആള് സ്പേഴ്സിനെതിരെ തീയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആളെ കളിപ്പിച്ചു. ആള് ഗോൾ അടിച്ചു, ബ്രേസ് അടിച്ചെന്നുള്ളതാണ്. അത്രയും ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. സ്പേഴ്സിനെതിരെ എപ്പോൾ കളിച്ചാലും ആള് ഫോമിലേക്ക് വരാറുണ്ട്. ആദ്യത്തെ ആ ഒരു ഗോള് കണ്ടാണ് നമ്മള് അതിനുശേഷം ഡെക്ലാൻ റൈസിന്റെ ഒരു എന്താ പറയാ ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നാണ് ആ ഒരു തിരിച്ചടി വന്നത് കോലോമാണിയുടെ. അതൊരു എന്താ പറയാ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ റെസിസ്റ്റന്റ് കാണിക്കാൻ നോക്കിയാണ് പുള്ളി. പക്ഷെ ഒരു വേസ്റ്റ് മൂവ്മെന്റ് ആണെന്നുള്ളതാണ് അത്. അത് യാതൊരു കാര്യത്തിലും ആ ഒരു ഒരു ക്ലിയറൻസ് ആയിരുന്നു അവിടെ വേണ്ടത്. അത് മുതലെടുത്ത ഒരു ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. ശേഷം കണ്ടത് ഡെക്ലാൻ റൈസിന്റെ വേറൊരു മുഖമെന്ന് പറയാം. കാരണം ആ ഒരു വിക്ടർ ഗോയ്ക്രെസിന്റെ ആ ഒരു ഫോം, മാസ്ക് മാൻ റിട്ടേൺസ്, ആളുടെ ആ ഒരു ഗോള്, ആദ്യത്തെ ഒരു ഫിനിഷിങ് ഒട്ടും എന്താ പറയാ എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ആ ഒരു സ്പോർട്ടിംഗ് ബീസ്റ്റിനെ കണ്ടു എന്നുള്ളതാണ്. അത്രയും ഒരു കിടിലം ഫിനിഷിങ് ആയിരുന്നു ആളുടെ. മാസ്കി സോൺ പിന്നെ കണ്ട ഡെക്ലാൻ റൈസ് വേറെ ആയിരുന്നു. ആളുടെ മെന്റാലിറ്റി തന്നെ മാറി എന്നുള്ളതാണ്. ഒരുപാട് ടാക്കിളും കാര്യങ്ങളൊക്കെ ആൾ എടുക്കുന്നുണ്ടായിരുന്നു. ആള് ബാക്ക് ടു ബാക്ക് ടാക്കിൾ എടുക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഐസിയുടെ ഗോളാണെങ്കിലും എന്താ പറയാ ബോക്സിൽ കൃത്യം ടൈമിൽ ആൾ അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും ആർട്ടറ്റ അത്രയും. കാരണം ആർട്ടറ്റക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ കൂടിയാണ്. ലാസ്റ്റ് ആ ഫിനിഷിങ് ഗോയ്ക്കിരസ് ഇസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആൾ ആ ഒരു സ്ട്രൈക്കർ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഓഡേഗാർഡിന്റെ ആ ഒരു റിട്ടേൺ, ആളുടെ ആ ക്രിയേറ്റിവിറ്റി എങ്ങും പോയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കണേണ്. ബാക്ക് ടു ബാക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ടച്ച് ആയിരുന്നത്. അതെല്ലാവരും എൻജോയ് ചെയ്തെന്നുള്ളതാണ്. ആർട്ടയുടെ ബാക്ക് ടു ഫോം അല്ലെങ്കിൽ ആൾ ആ ഒരു ബോട്ടിലിങ് നിർത്തി എന്ന് പറയാൻ പറഞ്ഞു. കാരണം ടീം മൊത്തത്തിൽ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. പുള്ളിയുടെ ഒരു ബ്രേസ് ഉണ്ടായിരുന്നു മെസ്സിയുടെ. എന്താ പറയാ എമിറേറ്റ്സ് സ്റ്റേഡിയം ഒന്നും എന്താ പറയാ ശാന്തമായി എന്ന് പറയാം. അവർ ഓക്കെയാണ് കപ്പടിക്കും. അങ്ങനെ ബാഴ്സ ഫാൻസിന്റെ പ്രാർത്ഥന ബലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതേപോലത്തെ ഒരു വിജയമായിരുന്നു അവർക്ക്. 3-0 എന്താ പറയാ ഒരു ക്ലീൻ ഷീറ്റ് ഉൾപ്പെടെ ഒരു നല്ലൊരു വിജയമായിരുന്നു. അങ്ങനെ റയൽ മാഡ്രിഡിനെ വലിച്ചു നിലത്തിട്ടു എന്ന് പറയാം. അങ്ങനെ ആ ഒരു ഒന്നാം സ്ഥാനം ബാഴ്സലോണ നിലനിർത്തിയിട്ടുണ്ട്. അത് ഒരേ ഒരു പോയിന്റിന്റെ ആ ഒരു ഗ്യാപ്പ് ഉള്ളൂ. എന്താ പറയാ ബാഴ്സ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഒന്നാം സ്ഥാനം അവർ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു മുതലെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബേണൽ വാട്ട് എ പ്ലെയർ, എന്താ പറയാ അടുത്തൊരു ബുസ്കറ്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ ഒരു ലെവൽ പെർഫോമൻസ് ആണ് ആളുടെ ഭാഗത്തു നിന്ന് വന്നത്. ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടാൽ അറിയാം. പിന്നെ ആളുടെ ഫിനിഷിങ് ബുസ്കറ്റ്സിന്റെ അങ്ങനെ കാണാറില്ല. പക്ഷെ ഈ പ്ലെയറിന്റെ കണ്ടു. അത്രയും എന്താ പറയാ ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരിക്കലും അതുപോലെ കമ്പയർ ചെയ്യരുതെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും പുള്ളി വളർന്നു വരാനിരിക്കുന്നുണ്ട് ഇനിയും. സോ അത് കഴിഞ്ഞിട്ട് യമാലുമായി ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടാണ്. ആള് സബ് ചെയ്തപ്പോൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഫെമിൻ ലോപ്പസ് എപ്പോഴും പറയാറുണ്ട് ഒരു അണ്ടർ റേറ്റഡ് ആണ് ആളുടെ പെർഫോമൻസ്. എന്താ പറയാ ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു കിടിലൻ പ്ലെയർ ആയിരുന്നു. ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും ആളുടെ മൂവ്മെന്റ് ആണെങ്കിലും എല്ലാം എന്താ ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ കൂടിയാണ്. അധികം ഹേറ്റേഴ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ചങ്ങായിയുടെ ഓരോ മൂവ്മെന്റും എന്ന് വേണമെങ്കിൽ പറയാം. ഒടുക്കത്തെ എന്താ പറയാ ഒരു ഭംഗിയുള്ള ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ബാക്ക് ടു ഡിജോങ്, എന്താ പറയാ ഒരു പ്യുവർ ക്യാപ്റ്റൻ. ആളുടെ പെർഫോമൻസ് എന്താ പറയാ അത്രയും പ്രസ് റെസിസ്റ്റന്റ് ആണ്. ആളുടെ ടച്ച് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഗോളുകൾ അടിക്കുന്നുണ്ട്. ഒരു പ്യുവർ ക്യാപ്റ്റൻസി പുള്ളി പുറത്തെടുക്കുന്നുള്ളതാണ്. അത്രയും ഒരു എന്താ പറയാ ഒരു വണ്ടർ ടീമിന് വേണ്ടി അത്രയും ഈ ഒരു ഹീറ്റ് മാപ്പിലുണ്ട് പുള്ളിയുടെ ആ ഒരു എന്താ പറയാ വർക്ക് റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു കിടിലൻ പ്ലെയർ ആണ് പുള്ളി. ഇപ്പൊ ഒഫൻസിലും ഡിഫൻസിലും ഒരേപോലെ കളിക്കുന്നു എന്നുള്ളതാണ്. ഒരു പെഡ്രിയുടെ ജോലിയും കൂടി ഏറ്റെടുത്ത് പുള്ളി അത്രയും കളിക്കുന്നുണ്ട്. എല്ലാ മാച്ചുകളിലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്താ പറയാ ടോപ്പ് നോച്ചായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു എന്താ പിവോട്ട് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്കാവ് എന്താ ഒരു ബാഴ്സ മിഡ്ഫീൽഡായി മാറി. മിഡ്ഫീൽഡ് മൊത്തത്തിൽ ടോപ്പ് ക്ലാസ് ആണ്. അവരുടെ ഫിനിഷിങ്ങിനാണെങ്കിലും ആ ഒരു ഈ ഒരു ക്വാളിറ്റിയിൽ അറിയാം. അത്രയും ഫോമിലാണെന്ന് അറിയാം. ആ ഒരു മിഡ്ഫീൽഡ് പവർ ഹൗസ് ആണ് ബാഴ്സയുടെ. അത് എപ്പോഴത്തെ പോലെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്.